മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് ഇഡി സമൻസ്. പാർട്ടി ഇടപെടേണ്ട കാര്യമില്ലെന്ന് സിപിഎം നേതാവ് എൻ കൃഷ്ണദാസ്. അല്ല, അതിൽ സിപിഎം അതിലൊരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല. വീണയ്ക്കല്ലേ സമൻസ്. അത് വീണ അതൊക്കെ നിയമപരമായിട്ട് കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയും കഴിവുള്ള ഒരു ലേഡിയാണ്. അവരത് നോക്കിക്കോളും. അവരുടെ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ അവർ നോക്കും. അതിൽ സിപിഎം ഒരു അഭിപ്രായം പറയേണ്ട ഒരു ആവശ്യം ഇപ്പം ഇല്ല. നിയമപരമായി നേരിടാനുള്ള പ്രാപ്തി വീണയ്ക്കുണ്ടെന്ന് കൃഷ്ണദാസ് പറഞ്ഞു. നിയമപരമായി ഇഡി ഇടപെട്ടാൽ എതിർക്കില്ല, എന്നാൽ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള നീക്കം അംഗീകരിക്കില്ലെന്നും കൃഷ്ണദാസ് മുന്നറിയിപ്പ് നൽകി. ഇപ്പോ വീണയ്ക്ക് ഇഡി സമൻസ് കൊടുത്തിട്ടുണ്ട്. വീണ അത് നിയമപരമായിട്ട് കൈകാര്യം ചെയ്യാൻ നല്ല പ്രാപ്തിയുള്ള ഒരു ലേഡിയാണ്. അവരത് ചെയ്തോളും. പിണറായിക്ക് എതിരെ ലക്ഷ്യം വെക്കുന്നത് സിപിഎമ്മിനെ ലക്ഷ്യം വെക്കല് തന്നെയാണ്. അതിലെന്താ സംശയം? പിണറായിയെ ലക്ഷ്യം വെക്കുന്നത് സിപിഎമ്മിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ്. അതൊന്നും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ല. ജനങ്ങളത് ചെറുക്കും. സിപിഎമ്മിനെ തകർക്കാൻ ഒരു ശക്തിയെയും അനുവദിക്കാൻ പോകുന്നില്ല. സമൻസ് വീണയ്ക്ക് കൊടുത്തിട്ടുണ്ട്. വീണ അതിന് നിയമപരമായിട്ടുള്ള മറുപടി കൊടുക്കുക. ആ നിയമപരമായിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ വീണ അത് ചെയ്തോളും. വീണയ്ക്ക് അതിനൊക്കെയുള്ള പ്രാപ്തി ഉണ്ടല്ലോ. പാർട്ടിക്ക് അതിൽ ഇടപെടേണ്ട ഒരു ആവശ്യമില്ലല്ലോ. വീണയ്ക്കല്ലേ സമൻസ്. അപ്പൊ നോക്കാം. പിണറായിയെ ലക്ഷ്യം വെക്കുന്നത് സിപിഎമ്മിനെ ലക്ഷ്യം വെക്കുന്നത് തുല്യ. അത് ഞങ്ങൾ സമ്മതിക്കില്ല. അത് ഞങ്ങളല്ല, ജനങ്ങൾ സമ്മതിക്കില്ല. വീണയ്ക്ക് സമൻസ് കൊടുത്തത് നിയമപരമായിട്ട് വീണ കൈകാര്യം ചെയ്തോളും. അതിപ്പോ നമ്മളാരും അതിൽ വ്യാകുലപ്പെടേണ്ട ഒരു ആവശ്യമില്ല. പാർട്ടിയുടെ രാഷ്ട്രീയ എതിരാളികളെ തകർക്കുക എന്ന ലക്ഷ്യത്തിലാണ്. ഇഡി എന്ന് പറഞ്ഞാൽ സംഘപരിവാർ അവരുടെ രാഷ്ട്രീയ ശത്രുക്കളെ കൈകാര്യം ചെയ്യാനുള്ള ഒരു വേട്ടപ്പട്ടിയെ പോലെ ഉപയോഗിക്കുകയാണെന്ന് അറിയാത്തവരെ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് സഹതാപം മാത്രം. അത് ഇന്ത്യയിലെ രാജ്യത്തെ എല്ലാവർക്കും അറിയാം. അത് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് സഹതാപം മാത്രമേ ഉള്ളൂ. നിയമപരമായിട്ട് ഇഡി നടത്തുന്ന ഇടപെടലുകളിനെയൊക്കെ ആരെതിർക്കും? അവർ നിയമപരമായിട്ട് നോക്കേണ്ടത് അവർ കമ്പനി നോക്കിക്കോളും. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും. ആ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടുള്ള നീക്കത്തെ ഒന്നും കേരളത്തിലെ ജനങ്ങളോ ഞങ്ങളുടെ പാർട്ടിയോ അംഗീകരിക്കാൻ പോകുന്നില്ല. UTV ന്യൂസ്, പാലക്കാട്.